ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഈ ഡെസേർട്ട് എല്ലാവർക്കും ഇപ്പം അറിയായിരിക്കും, കുനാഫ. പക്ഷെ ഞാൻ കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയുടെ ഡവ് വെച്ചിട്ടല്ല, ഞാൻ സേമിയ വെച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കുനാഫയുടെ ഡവ് ഇല്ലയെന്ന് വെച്ചിട്ട് ഇതുണ്ടാക്കാണ്ടിരിക്കരുത്. സേമിയ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 3 പാക്കറ്റ് സേമിയ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ സേമിയ കേട്ടോ. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഓവർ കുക്കാവാൻ പാടില്ല. അതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. കണ്ടോ, സേമിയ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എന്നാലോ ഓവറായിട്ട് കുക്കായിട്ടുമില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കുനാഫയുടെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് മിൽക്ക്, അതായത് 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നല്ല തിക്ക് മിക്സ്ചറായി കിട്ടും. പിന്നെ വേണ്ടത് ട്രയാങ്കിൾ ചീസാണ്. ഇനി നമ്മൾക്ക് ആ മിൽക്കിൻ്റെ മിക്സ്ചർ ആ ട്രയാങ്കിൾ ചീസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ട് ആ മിക്സ്ചറിന്. അപ്പോൾ അത് നന്നായി ഒന്ന് മെൽറ്റായി കിട്ടും. ഇനി അതൊക്കെ ഒന്ന് ഒരു ഹാൻഡ് മിക്സ്ചർ വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ മിക്സ്ചർ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം 1 അല്ലെങ്കിൽ 1.5 കപ്പ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കണം. മധുരം ഇടുമ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഈ കുനാഫ സെർവ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. അപ്പം ആ മധുരം ഒന്ന് ബാലൻസ് ആവണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം മധുരം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് മുന്നായിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് ഓറഞ്ച് കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ്ചർ നമ്മുടെ സേമിയയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതായത് ആ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ബട്ടർ നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയർ നല്ല തിക്കായിട്ട് മീൻസ് നന്നായിട്ട് നമുക്ക് അടുപ്പിച്ച് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ് ഒഴിച്ചതിന് ശേഷം മുകളിലേക്ക് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അമർത്തി സൈഡിലേക്കൊക്കെ ഒന്ന് അമർത്തിയിട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയ പാനിൽ മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഫസ്റ്റത്തെ ലെയർ വെച്ച് ചീസ് ഒഴിച്ചിട്ട് മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സേമിയയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നന്നായി അമർത്തിയിട്ട് വെച്ച് കൊടുക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. ഇത്രക്കുള്ളൂ നമുക്ക് ഈ കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ടോപ്പും അതിൻ്റെ അടിഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ബേക്ക് ചെയ്തെടുക്കുക. അതിന് നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ടൈമൊന്നും കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി കുനാഫയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുക. നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് സെർവ് ചെയ്യുക. ഞാനിവിടെ ടൈമിൻ്റെ കാര്യം പറയാത്തത്, എൻ്റെ കയ്യിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഓവണാണുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ടൈം കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് നോക്കുക. ഇടയ്ക്കൊന്ന് നോക്കുക ഗോൾഡൻ കളർ ആയിട്ടുണ്ടോയെന്ന്.
അങ്ങനെ നമുക്ക് നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഷുഗർ സിറപ്പ് വെച്ച് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് മുകളിൽ കുറച്ച് പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പറായിട്ട് വരും നമ്മുടെ കുനാഫ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.